الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടദാസന്മാരായി തീരുവാനും ഈ ലോകത്തോട് വിട പറയുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം അൽ ഹശ്റിലെ 19-ാമത്തെ വചനമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. വലാ തകൂനു, നിങ്ങളാകരുത്, കല്ലദീന നസുല്ലാഹ, അള്ളാഹുവിനെ മറന്നുപോയ ഒരു വിഭാഗത്തെ പോലെ നിങ്ങളാകരുത്. ഫഅൻസാഹും അൻഫുസഹും, തന്നിമിത്തം അല്ലെങ്കിൽ തന്മൂലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തന്നെ ഓർമ്മയില്ലാത്തവരാക്കി മാറ്റി. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാകുന്നു ദുർമാർഗികൾ. ഇതാണ് ഈ വചനത്തിന്റെ സാരം. സൽക്കർമ്മങ്ങളുടെ പരിശീലനക്കളരിയായിരുന്ന, നന്മകളുടെ സമാഹരണവും തിന്മകളുടെ നിരാകരണവും ആയി കഴിച്ചുകൂട്ടിയ, ഒരുപാട് നന്മകൾ ആർജിച്ചെടുക്കുവാൻ പ്രചോദനമേകിയ, തിന്മകളോട് അകലം പാലിക്കുവാൻ പ്രേരണ നൽകിയ ധന്യമായ പരിശുദ്ധ റമദാൻ വിട പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈദുൽ ഫിത്തറും ആഘോഷിച്ചു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എത്ര അള്ളാഹുവിന് സ്തുതി പറഞ്ഞാലും മതിയാവില്ല. പരിശുദ്ധ റമദാനിലെ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം ഒരു മുടക്കമില്ലാതെ, ഇടയ്ക്ക് ഒന്നും വിടേണ്ട ആവശ്യം വരാതെ അത് പൂർണ്ണമായും അനുഷ്ഠിച്ച് വീട്ടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ അതോടനുബന്ധിച്ചുള്ള ആഘോഷവും വളരെ സന്തോഷപൂർവ്വം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല എന്ന് പറയാൻ കാരണം. അന്ന് ഇതിനൊന്നും കഴിയാത്ത, സാധിച്ചിട്ടില്ലാത്ത ഒരുപാട് പേർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്.
സന്തോഷം, പെരുന്നാളിൻ്റെ സന്തോഷം ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മളുടെ സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുമക്കളും. ആ ഒരു ഗണത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അല്ലാഹു നൽകിയത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ധന്യമായ നാളുകളിൽ പകൽ സമയങ്ങൾ നാം അനുഷ്ഠിച്ച വ്രതാനുഷ്ഠാനവും രാത്രിയിൽ നിറവേറ്റിയ ഖിയാമുൽ ലൈലും ദിവസം തോറും പാരായണം ചെയ്ത പരിശുദ്ധ ഖുർആന്റെ പാരായണവും സക്കാത്തും സദഖയും ദാനധർമ്മങ്ങളും എന്ന് വേണ്ട എന്തൊക്കെ നന്മകൾ ചെയ്തുവോ ആ നന്മകളെല്ലാം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പോരായ്മകൾ മനുഷ്യ സഹജമായ നിലയിൽ വന്നു ഭവിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിട്ടു പുറത്ത് മാപ്പാക്കി പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി റമദാൻ വിട പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. സാധാരണയായി റമദാൻ വിട പറയുമ്പോൾ റമദാനിൽ നമ്മൾ തുടങ്ങി വെച്ചതും അല്ലെങ്കിൽ മുമ്പേ ചെയ്തു വന്നത് നാം പ്രവർത്തിച്ചതുമായ സർവ നന്മകളും നമ്മളോട് വിട പറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ബഹുഭൂരിഭാഗവും നമ്മിൽപ്പെട്ടവരിൽ നമുക്ക് കാണാൻ കഴിയുക. റമദാൻ കഴിഞ്ഞാൽ എന്താണ് പ്രിയമുള്ളവരെ നമ്മളോട് വിട പറയുവാനുള്ളത്? നിർബന്ധ നോമ്പ് പകൽ സമയത്ത്, സംഘടിതമായ ഇശാ നമസ്കാരത്തിന് ശേഷം നിർവഹിച്ച തറാവീഹ് അല്ലെങ്കിൽ ഖിയാമുൽ റമദാൻ, ഇത് രണ്ടും മാറ്റി നിർത്തിയാൽ പിന്നെ എന്താണ് ഒഴിവാക്കാനുള്ളത്? ഖുർആൻ പാരായണം ഒഴിവാക്കാൻ കഴിയുമോ? നിർബന്ധ നമസ്കാരം വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ? നവാഫിലുകൾ ഒഴിവാക്കാൻ കഴിയുമോ? ഒന്നുമില്ല ഒഴിവാക്കാൻ. റമദാൻ എന്നുള്ള നിലയിൽ നമ്മൾ നാക്ക് സൂക്ഷിച്ചു, വാക്ക് സൂക്ഷിച്ചു, നോട്ടം സൂക്ഷിച്ചു, കൈകാലുകൾ ശ്രദ്ധിച്ചു, ശരീരമാകെ നിയന്ത്രണ വിധേയമാക്കി. ഇനി അതെല്ലാം അങ്ങ് കെട്ടഴിച്ച് വിട്ടേക്കാം, ഒരു 10-29-30 ദിവസം മിണ്ടാതിരുന്നതൊക്കെ കൂടി ഇനി ഒന്നിച്ചങ്ങോട്ട് കെട്ടഴിച്ചേക്കാം എന്ന് നാം വിചാരിക്കുന്നു എങ്കിൽ ഈ നോമ്പ് നമ്മിൽ യാതൊരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല എന്ന് സ്വയം നമുക്ക് തീരുമാനിക്കേണ്ടി വരും. റമദാനിൽ നന്മകൾ ഒരുപാട് പരിശീലിക്കാൻ നമുക്ക് അവസരം നൽകി. അത് നിലനിർത്തിക്കൊണ്ടു പോവുക. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് റമദാൻ തുടങ്ങി റമദാൻ അവസാനിക്കുമ്പോൾ നിർത്തേണ്ടതല്ല അവന്റെ പുണ്യകർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു വചനമുണ്ട്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം എന്ന ഏറ്റവും ഉറപ്പായ കാര്യം നിനക്ക് പിടികൂടുന്നത് വരെ, വന്ന് ഭവിക്കുന്നത് വരെ നിന്റെ റബ്ബിനെ നീ ആരാധിച്ചുകൊള്ളുക എന്നാണ്. മരണം വരെ ഈമാനും തഖ്വയും നിലനിർത്തിക്കൊണ്ട് പോകണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈ റമദാൻ 10-29 ദിവസം 1 മുതൽ 1 മാസക്കാലം പരമാവധി ചെയ്തു. ഇനിയും റമദാൻ വരാനിരിക്കുന്നു, അതാകട്ടെ അപ്പ നോക്കാം എന്നുള്ള മനോഭാവമാണ് എങ്കിൽ എന്താണ് നമ്മിൽ ചെലുത്തിയിട്ടുണ്ടാവുക ഈ റമദാന്റെ സ്വാധീനം എന്നുള്ളത് ഓർത്തു നോക്കുക. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽപ്പെട്ട ഒരു വചനമാണ് സൂറത്തുൽ ഹശ്റിൽ നിന്ന് നിങ്ങളെ ഞാൻ ഓതിക്കേൾപ്പിച്ചത്. നിങ്ങൾ അള്ളാഹുവിനെ മറന്ന ഒരു വിഭാഗത്തെ പോലെ ആകരുത്. അതിന്റെ പരിണിത ഫലം എന്താ? സ്വയം നമ്മൾ നമ്മളെ തന്നെ മറക്കും. വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിൽ വലാ തക്കൂനു വലാ യക്കൂനു എന്ന പ്രയോഗത്തിൽ വന്നിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. നിങ്ങളാകരുത് അല്ലെങ്കിൽ അവരാകാതിരിക്കാൻ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ധാരാളം കാണാം. അതിലൊന്നാണ് സൂറത്തുൽ ഹശ്റിലെ ആ വചനം. നിങ്ങൾ അള്ളാഹുവിനെ മറന്നവരെ പോലെ ആവുകയും എന്നിട്ട് സ്വയം മറവിയിൽ വിസ്മൃതിയിലാവുകയും ചെയ്ത് ദുർമാർഗികളായി തീരുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. വേറെ സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അദീം. സൂറത്ത് ആല ഇംറാനിലെ 105-ാമത്തെ വചനം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ഭിന്നിക്കുന്നവരെ പോലെ, വലാ തകൂനു കല്ലദീന തഫറഖു, ഭിന്നിച്ചു നിൽക്കുന്നവരെ പോലെ നിങ്ങൾ ആകരുത്. എന്നിട്ട് വഖ്തലഫു, അങ്ങനെ ഭിന്നാഭിപ്രായക്കാരായി മാറി നിൽക്കുകയും ചെയ്യുന്നവരെ പോലെ ആകരുത്. മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് അകന്ന് ഛിന്നഭിന്നമായി പോകുന്നവരെ പോലെ നിങ്ങളാകരുത്. അങ്ങനെ ആയാൽ അവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട്, അവർക്കാണ് കനത്ത ശിക്ഷ എന്ന് പറഞ്ഞത്. അതുപോലെ
വേറൊരു സ്ഥലത്ത് സൂറത്തുൽ അൻഫാലിലെ 21-ാമത്തെ വചനം, വലാ തകൂനു, നിങ്ങളാകരുത്, കല്ലദീന ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ, ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറയുകയും എന്നാൽ ഒന്നും കേൾക്കാത്തവരെ പോലെ നിങ്ങളാവുകയും ചെയ്യരുത്. കല്ലദീന ഖാലൂ സമിഅനാ, ഞങ്ങളെല്ലാം കേട്ടു എന്നാണ് പറയുന്നത്, പക്ഷേ വഹും ലാ യസ്മഊൻ, അവരൊന്നും കേട്ടിട്ടില്ല. അങ്ങനെയുള്ളവരെ പോലെ ആകരുത് എന്ന് പറയും. സൂറത്തുൻ നഹ്ലിലെ 92-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള നന്മകളും അതുപോലെ നല്ല കാര്യങ്ങളും ചെയ്തു കൂട്ടി ഒരുപാട് പ്രയത്നിച്ച് വാരിക്കൂട്ടിയതിന് ശേഷം അതില്ലായ്മ ചെയ്യുന്ന തലത്തിലേക്ക് മാറുന്നവരെ കുറിച്ച് അല്ലാഹു ഉപമിച്ചത് ഒരു പെണ്ണിനോടാണ്. വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് നൂലിങ്ങനെ പിരിച്ചു കൂട്ടുക, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അത് ഓരോ ഇഴകളാക്കി മാറ്റി അങ്ങോട്ട് കളയുക. ആ പെണ്ണിനെ കുറിച്ച് എന്താ നമ്മൾ പറയുക? ഇതുപോലെ നിങ്ങൾ ആകരുത് എന്ന് പറഞ്ഞാൽ റമദാനുമായി ഒന്ന് ബന്ധിപ്പിക്കട്ടെ ഞാൻ ഈ വചനത്തെ. പരിശുദ്ധ റമദാനിന്റെ നാളുകളിൽ രാപ്പകൽ ഒരുപാട് അധ്വാനിച്ചു, ഉറക്കമൊഴിഞ്ഞധ്വാനിച്ചു, പകല് നോമ്പ് പിടിച്ചധ്വാനിച്ചു, ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അധ്വാനിച്ചു, വാക്കുകൾ സൂക്ഷിച്ചു, പ്രവൃത്തികൾ സൂക്ഷിച്ചു, എല്ലാം സൂക്ഷിച്ചു, ഒരുപാട് നന്മകൾ ചെയ്തു, വലിയ പ്രയത്നം നടത്തി. റമദാൻ അങ്ങോട്ട് കഴിഞ്ഞു, ശവ്വാലിലെ പെരുന്നാളാഘോഷവും കഴിഞ്ഞു. പിന്നെ തുടങ്ങി ആ അമലുകളൊക്കെ ഇങ്ങനെ അതിന്റെ ആ പിരി ഇങ്ങനെ അഴിച്ചഴിച്ച് ഓരോന്നോരോന്നായി ഒഴിവാക്കുക. അങ്ങനെയുള്ളൊരു പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഈ ഉപമ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുക. ഇതെന്താ കാരണം എന്നറിയോ? നമ്മൾ നേടിയെടുത്ത നന്മകളോട് അകലം പാലിച്ച് തിന്മകളെ വാരിപ്പുണരുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മുടെ ഹൃദയത്തിന് ഇപ്പോൾ കിട്ടിയ ഒരു നൈർമല്യം ഉണ്ടാകും. ഈ ആരാധനകൾ കൊണ്ട്, ഈ ഈമാൻ കൊണ്ടും, ഈ തഖ്വ കൊണ്ടും, ഈ ദുആ കൊണ്ടും, ഈ ഇസ്തിഗ്ഫാർ കൊണ്ടും, ഈ തൗബ കൊണ്ടും, ഈ സദഖ കൊണ്ടും, ഈ സക്കാത്ത് കൊണ്ടും ഒക്കെ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള നിലയിലുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, ആ നല്ല മനസ്സിന്റെ അവസ്ഥ അതങ്ങോട്ട് പോകും. അത് പോയിട്ടെന്താകും? മനസ്സ് കഠോരമാകും. വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. അതുപോലെ ആകരുത് എന്നാ ഖുർആൻ പറഞ്ഞത്. സൂറത്തുൽ ഹദീദിൽ വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകതീറും മിൻഹും ഫാസിഖൂൻ. എങ്ങനെയാണ് അവർ ദുർമാർഗത്തിലേക്ക് പോയത്? അവർക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടു, പ്രവാചകന്മാർ വന്നു അവരെ സംസ്കരിച്ചു, ഇതൊക്കെ ഉണ്ടായി. എന്നിട്ട് അവർ ചെയ്തതെന്താ? വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് സംഭവിച്ചത് അവരുടെ ഇടയിൽ ഒരുപാട് കാലം നന്മകളിൽ നിന്ന് അകന്ന്, ഉത്ബോധനങ്ങൾ ശ്രദ്ധിക്കാതെ അതിൽ നിന്ന് അകന്ന് കാലം ഒരുപാട് കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞതോടുകൂടി അവരുടെ ഹൃദയങ്ങൾ കഠോരമായി. അങ്ങനെ അവർ ദുർമാർഗികളായി. ഇത് നമുക്കും ബാധകമാണ്. അത് സൂക്ഷിക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഒരിക്കലും നേരത്തെ പറഞ്ഞ ആ പെണ്ണിനെ പോലെ നമ്മൾ ആകാതിരിക്കുക, നമുക്ക് സംഭവിക്കാം എന്നാണ് പറയുന്നത്. നാം ഒന്ന് ആലോചിച്ച് നോക്കുക. സാധാരണയായി നമ്മുടെ നാട്ടില്, കേരളക്കരയില് ഒരുപാട് ആഘോഷങ്ങളുള്ള നാടാണ് നമ്മളുടെ നാട്. ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, ആലോചിക്കാൻ പറയാണ്. ഈ നമുക്ക് രണ്ടേ രണ്ട് ആഘോഷങ്ങളുള്ളൂ. ഈ രണ്ട് ആഘോഷങ്ങൾ കഴിഞ്ഞാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതുവരെ വിറ്റഴിഞ്ഞ മദ്യത്തിന്റെ കണക്കുകൾ പിറ്റേ ദിവസം നമുക്ക് വായിക്കേണ്ട ദുർഗതി ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ഉണ്ടാകാതെ, എന്നാൽ നന്മകൾ നിർഗളിച്ച ഒരു പെരുന്നാൾ ആഘോഷം. ഇപ്പൊ നമ്മൾ നോക്കുക, ഈ ഒറ്റ ദിവസം രാത്രി, പെരുന്നാളിന്റെ അന്ന് തലേ ദിവസം രാത്രി അല്ലെങ്കിൽ തലേ ദിവസമോ ഈ കേരളക്കരയിൽ ഒന്നടങ്കം പിന്നെ വിതരണം ചെയ്യപ്പെട്ട, സാധുക്കൾക്കായി വിതരണം ചെയ്യപ്പെട്ട ധാന്യം അഥവാ അരി 15,000 മെട്രിക് ടണ്ണിൽ കൂടുതൽ വരുമെന്നാണ് കണക്ക്. ഇതാരും എഴുതൂല, ഇതാരും പറയൂല. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പുണ്യകർമ്മമാണല്ലോ. അതാരും എഴുതൂല, പറയുകയില്ല. മറിച്ച് എന്തെങ്കിലും ഒരു മദ്യവുമായി ബന്ധപ്പെട്ട കണക്കാണെങ്കിലും അത് വീർപ്പിച്ചിങ്ങനെ പറയാൻ ആൾക്കാരുണ്ടാവും. ഏതായിരുന്നാലും അത്രമാത്രം നന്മ. ഇനി ബലിപെരുന്നാൾ വരാൻ പോകുന്നു. ബലിപെരുന്നാൾ കഴിഞ്ഞാലും എത്ര കിൻഡൽ അല്ലെങ്കിൽ എത്ര ലോറി കണക്കിന് മാംസമാണ് സാധുക്കളുടെ കൈകളിലേക്ക് എത്തുക. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനൊരു ആഘോഷം പരിശുദ്ധ ഇസ്ലാമിലല്ലാതെ വേറെ എതിലാ ഉള്ളത്? അപ്പൊ അത്രമാത്രം നന്മകളിൽ മുഴുകി തന്റെ വ്യക്തി സംസ്കരണവും കഴിഞ്ഞ് സമൂഹത്തോടും സമുദായത്തോടുള്ള ബാധ്യത നിറവേറ്റിക്കൊണ്ട് മാത്രമേ ഏത് ആഘോഷവും
ഒരു മുസൽമാൻ, ഒരു വിശ്വാസിക്ക് ആഘോഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് സ്വയം ഉണ്ടാവുകയും അത് നമ്മളിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്താൽ ഇസ്ലാമിനെ കുറിച്ചുള്ള മതിപ്പ് കൂടുമോ കുറയുമോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ആലോചിച്ചു നോക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ച് നമ്മുടെ മനസ്സ് മരവിച്ച് കഠോരമായി തെറ്റുകളിലേക്കും ദുർമാർഗത്തിലേക്കും പോകുന്നതിന് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എപ്പോഴും അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്, എന്താണ് പ്രവാചകൻ പറഞ്ഞത്, എന്താണ് ഈമാൻ, എന്താണ് തഖ്വ, നിരന്തരമായ ഉത്ബോധനങ്ങൾ. അതിനാണ് ഈ വെള്ളിയാഴ്ച നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇടയ്ക്കിടെ നമ്മളെയൊക്കെ സംഘടനകളുടെ ബേസിലും മറ്റുമൊക്കെ നടത്തുന്ന ഖുർആൻ ക്ലാസ്സുകളും പഠനവേദികളും ഒക്കെ അതിനുള്ളതാ. കാരണം എന്താണെന്നറിയോ, ആ ഉത്ബോധനം നീ ഉത്ബോധിപ്പിക്കുക, അവബോധമുണ്ടാക്കുക, അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്താ കാരണം? ആ ഉത്ബോധനമാണ് വിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യുക എന്ന് പറഞ്ഞു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇടയ്ക്കിടെ ഇങ്ങനെ ഉത്ബോധനം വരുമ്പോൾ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഇങ്ങനെ പിന്നിലേക്ക് പോകുമ്പോൾ പിന്നെയും ആ ഉത്ബോധനം കിട്ടുമ്പോൾ വീണ്ടും നമ്മളൊന്ന് ഉണരും, നന്മയെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകും. അപ്പം ആ നിലയിൽ ഒരു ചിന്ത, ഒരു കാഴ്ചപ്പാട് നാം വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നാം ഇപ്പോൾ ഏതായിരുന്നാലും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചെന്ന സിറാത്തും മുസ്തഖീമും നിലകൊള്ളുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ്, നിലകൊള്ളാൻ ശ്രമിക്കുന്നവരുമാണ്. അതാണല്ലോ നമ്മുടെ പ്രാർത്ഥന, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ആ ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ പ്രധാനമായി 2 സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു. ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയുകയും എന്നിട്ട് നേരെ ചൊവ്വേ ആ മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്തവർ. ഈ 2 പ്രയോഗമുണ്ട്. ബാക്കി ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഒന്ന് 41-ാം അധ്യായം ഫുസ്സിലത്തിലെ 30 മുതൽ 32 വരെയുള്ള വചനങ്ങൾ ആ ഇസ്തിഖാമത്തിനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ്. മറ്റൊന്ന് വിശുദ്ധ ഖുർആനിലെ 46-ാം അധ്യായമായ അഹ്ഖാഫിലെ 13-14 വചനങ്ങൾ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു. ഒരു സ്ഥലത്ത് മലക്കുകൾ അവരിലേക്ക് മരണവേളയിൽ ഇറങ്ങി വന്നുകൊണ്ട് അവർക്ക് നൽകുന്ന സന്തോഷ വാർത്ത. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് അങ്ങനെ അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുകയും നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നവർക്ക് ഒന്നും പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട, സ്വർഗമാണ് അവർക്കുള്ളത് എന്ന് പറയുന്നത്. ഈ ഇസ്തിഖാമത്ത്, ഈ നേരെ ചൊവ്വേ നന്മയിലും അതേപോലെ തന്നെ നേരായ മാർഗത്തിൽ തന്നെയാണ് ഞാൻ ഉള്ളത് എന്ന് ഇടയ്ക്കിടെ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുക, നാം ഓരോരുത്തരും നമ്മളെ ബോധ്യപ്പെടുത്തുക. അപ്പൊ ആ ഇസ്തിഖാമത്തിൽ നിലകൊള്ളാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ നാം ഈ നേടിയെടുത്ത ഈ നല്ല സ്വഭാവങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ, അതിൽ പ്രധാനമായ ഒരു മാർഗം ആ സൽപ്രവർത്തനങ്ങൾ തുടർച്ചയായി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ സൽപ്രവർത്തനങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ റമദാനിൽ തുടങ്ങിയതുണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മൾ സാധാരണ റമദാൻ അല്ലാത്തപ്പോൾ ഈ നവാഫിലുകൾക്ക്, റവാത്തിബ് സുന്നത്തുകൾക്കോ തഹിയ്യത്ത് നമസ്കാരത്തിനോ ഒന്നും അത്ര വലിയ പ്രാമുഖ്യം ശ്രമിക്കാറുണ്ടായില്ലാത്ത ഒരാള് റമദാൻ ആയപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അത് നിർത്തരുത്. ഉദാഹരണത്തിന് ഞാൻ പറയാം, റവാത്തിബ് സുന്നത്ത് നമ്മൾ റമദാൻ ആകുമ്പോൾ ചെയ്യുന്ന എന്താ, പള്ളിയിലേക്ക് വരും, തഹിയ്യത്ത് നമസ്കരിക്കും, റവാത്തിബ് സുന്നത്തുകൾ ഉണ്ടെങ്കിൽ അത് നമസ്കരിച്ചതിന് ശേഷം ജമാഅത്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കും. അതിനിടയിൽ ഖുർആൻ എടുത്ത് ഇത്തിരി ഓതും. ഇതൊക്കെ നമ്മൾ ശീലിച്ചതാണ് റമദാനിൽ. റമദാൻ കഴിയുന്നതോടുകൂടി ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് തുടരാം. അതുപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി റമദാനിൽ ജമാഅത്തായിട്ട് നമ്മൾ നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ തുടരുക. അതിന്റെ പ്രതിഫലം നേടിയെടുക്കുക 27 ഇരട്ടി പ്രതിഫലമാണെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ അതിന്റെ അപ്പുറവും ഇപ്പുറമുള്ള റവാത്തിബ് സുന്നത്തുകൾ പ്രാധാന്യപൂർവ്വം തന്നെ ചെയ്യുക. അതിന്റെയൊക്കെ ഗുണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ചിലപ്പോൾ ചില്ലറയായി, മോശമായി, നിസ്സാരമായി നാം കാണുന്ന ചില കാര്യങ്ങളായിരിക്കും പരലോകത്ത് നമുക്ക് സ്വർഗം നേടിത്തരുന്നതിന് വഴിയൊരുക്കുന്നത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വഴിയൊരുക്കുന്നതായിരിക്കും. പ്രവാചകൻ പറഞ്ഞുവല്ലോ, ഒരു മനുഷ്യൻ പരലോകത്തെത്തുമ്പോൾ അവൻ അള്ളാഹുവുമായി ഒരു ദ്വിഭാഷിയും ഇല്ലാതെ അവൻ സംഭാഷണം നടത്തുന്ന പറഞ്ഞത്. ഒരു ദ്വിഭാഷിയുടെ ആവശ്യമില്ല.
സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ എന്നാണ് ഹദീസിന്റെ ഭാഷ്യം തന്നെ. ഒരു വിഭാഷിയുടെ ആവശ്യമില്ല, അള്ളാഹുവുമായി സംഭാഷണം നടത്തും. ആ വേളയിൽ ആ മനുഷ്യൻ വലതുഭാഗത്തേക്ക് നോക്കും, അപ്പോൾ ചെയ്ത അമലുകൾ, ഇടതുഭാഗത്തേക്ക് നോക്കും, ചെയ്ത അമലുകൾ, മുൻഭാഗത്തേക്ക് നോക്കും, കത്തിയാളുന്ന നരകം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. ഒരു കാരക്കയുടെ ചീന്ത് കൊടുത്തിട്ടാണ് ആ നരകശിക്ഷയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോളി എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാരക്കയുടെ ചീന്ത് ധർമ്മം കൊടുക്കുമ്പോൾ ഞാനും നിങ്ങളും അതിന്റെ വില മനസ്സിലാക്കുന്നില്ല. പക്ഷെ അതിന് വലിയ വിലയുണ്ട്, അത് അവിടെയാ കാണുക ആ വില. അതുപോലെ തന്നെ നിർബന്ധ നമസ്കാരങ്ങൾ കുറ്റമറ്റ നിലയിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നാലല്ലാതെ നമുക്ക് രക്ഷയില്ല. ഏറ്റവും ആദ്യം വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന അമലുകളിൽ നിന്ന് നമസ്കാരമാണ്. ആ നമസ്കാരത്തിന്റെ കാര്യം രക്ഷപ്പെട്ടാലേ പരലോകം രക്ഷപ്പെടും. അതിൽ പരാജയപ്പെട്ടാൽ പരലോകം പരാജയപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെ നമ്മുടെ ഫർദ് നമസ്കാരങ്ങളുടെ ക്വാളിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കുന്ന വേളയിൽ നമ്മുടെ ഫർദ് നമസ്കാരത്തിൽ കുറെ പോരായ്മയുണ്ട്, പൂർണ്ണത എത്തിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ എത്തുമ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശം മലക്കുകളോട് എന്തായിരിക്കുമെന്നറിയോ? എന്റെ ഈ അടിമയ്ക്ക് വല്ല നവാഫിലുകൾ, സുന്നത്തായ ഐച്ഛികമായ എന്തെങ്കിലും ഇവൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന സുന്നത്തുകൾ ഉണ്ടെന്ന് കാണുമ്പോൾ ആ നവാഫിലുകൾ കൊണ്ട് ഈ ഫർദ് നമസ്കാരങ്ങളിൽ വന്ന പോരായിക പരിഹരിക്കപ്പെട്ട് പൂർണ്ണ പ്രതിഫലം നൽകുന്ന, സുബ്ഹാനല്ലാഹ്, സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ എന്ന് അവിടെ വിചാരിച്ചിട്ട് കാര്യമുണ്ടാവും. അപ്പൊ ഇവിടെ ചെയ്തു വെക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, റമദാനിൽ നമ്മൾ തുടങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ തുടർന്ന് വരുന്നതായിരിക്കാം, അത് അവസാനിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ ഖല്ലാന്നാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അത് എത്ര കുറച്ചാണെങ്കിലും ശരി, ചിട്ടയോടെ കൃത്യമായി പതിവായി ചെയ്യുന്ന അമലുകളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. നമ്മൾക്ക് ഒരു ആവേശം വരും, ഒരുപാട് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങും, അവസാനം മടി വരും, നിസ്സംഗരായി ഉള്ളത് കൂടെ ഇട്ടെറിയും. അതല്ല പറഞ്ഞത്. ചെയ്യാൻ കഴിയുന്ന അമലുകൾ അത് എത്ര കുറച്ചാണെങ്കിലും ശരി, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ നാം ശ്രമിക്കണം. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം, കാനത്തെ ആയിഷ റളിയല്ലാഹു അൻഹ ഇദാ അമിലത്തിൽ അമല ലസിമത്തുഹുന. ആയിഷ റളിയല്ലാഹു അൻഹ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ തുടങ്ങിയാൽ, ഒരു സൽക്കർമ്മം ചെയ്യാൻ തുടങ്ങിയാൽ വീഴ്ച വരുത്താതെ നിരന്തരമായി അത് മുറുകെ പിടിച്ച് അത് പാളിപ്പോകാതെ ചെയ്യുന്ന സ്വഭാവക്കാരിയായിരുന്നു പ്രവാചക പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പൊ നമ്മള് ചെയ്യാൻ കഴിയുന്നത് പതിവാക്കി ചെയ്യാം. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ സൂചിപ്പിച്ചു ജമാഅത്തായുള്ള നമസ്കാരത്തെ കുറിച്ച്, അത് ശ്രദ്ധിക്കുക. അതുപോലെ നമസ്കാരം, ഫർദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ സലാത്തുൽ ലൈലാണ്, രാത്രിയിലെ നമസ്കാരമാണ്. രാത്രിയിലെ നമസ്കാരം നമ്മൾ റമദാനിലെ തറാവീഹ് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുന്ന ഏർപ്പാട് നമുക്കാർക്കും ഇല്ല. അത് അതോടുകൂടി കഴിഞ്ഞു. അതായത് മെനഞ്ഞാന്ന് രാത്രിയില് 28-ന്റെ അന്ന് രാത്രിയിൽ അവസാനം നിസ്കരിച്ച നിസ്കാരത്തോടു കൂടി കഴിഞ്ഞു. സ്വന്തം ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ഓരോരുത്തരൊന്ന് ചോദിച്ചു നോക്കി, ഇന്നലെ നിസ്കരിച്ചോ, മെനഞ്ഞാന്ന് നിസ്കരിച്ചോ? ഉദാഹരണത്തിന് ഞാൻ ചോദിക്കും, എന്നിട്ട് പറ, എന്നിട്ട് ആലോചിക്കും. അതങ്ങനെ ഒഴിവാക്കാനുള്ളതാണോ? ഇശാ നമസ്കാരത്തിന് ശേഷം വിത്രായിട്ട് ചെയ്തുകൊണ്ടെങ്കിലും അത് തുടരണം. 3 റക്അത്തോ 1 റക്അത്തോ 3 റക്അത്തോ ചെയ്തുകൊണ്ട്. അതല്ല, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഖിയാമുൽ ലൈലായിട്ട് തഹജ്ജുദായിട്ട് ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം, അത് ശീലിക്കണം. അതാണ് ഈ പറഞ്ഞത്. നമുക്ക് ഒഴിവാക്കാനൊന്നും ഇല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ ഖുർആൻ പാരായണം ചിലപ്പോൾ ഈ കഴിഞ്ഞ റമദാനിൽ നമ്മളൊക്കെ 1 ആവർത്തിയോ 2 ആവർത്തിയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പല സഹോദരിമാരും 2ഉം 3ഉം ആവർത്തിയൊക്കെ ഓതിക്കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി ഇരിക്കുന്നുണ്ടാവും. പിന്നെ 29 എന്നത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇനി റമദാൻ വരണ ആ സാധനം കൈകൊണ്ട് എടുക്കണമെങ്കിൽ എല്ലാവരും അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും പാരായണം ചെയ്യണം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഇഖ്റഉൽ ഖുർആന ഫീ കുല്ലി ശഹർ. ഓരോ മാസത്തിലും 1 ആവർത്തി ഖുർആൻ ഓതി തീർക്കാനുള്ള നിർദ്ദേശമാണ്. ഓരോ മാസവും 1 ആവർത്തി എന്ന് വെച്ചാൽ 30 ജുസ്, ഓരോ ജുസ് ഓരോ ദിവസം ഓതേണ്ടി വരും. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, 1 പേജ് ഒരു ദിവസം, 1/4 ജുസ് ദിവസം കഴിയുന്ന പോലെ എന്തുകൊണ്ട് ചെയ്തുകൂടാ?
ഖുർആൻ അവതരിച്ച മാസം കഴിഞ്ഞു, ഖുർആനുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു, ഖുർആൻ പാരായണവും നിർത്തി. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വന്നാൽ എന്താണ് പിന്നെ നമ്മൾ നേടിയത്? അതുപോലെ തന്നെ സദക്ക, ദാനധർമ്മം എന്ന് പറയുന്നത് റമദാനിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീശിയടിക്കുന്ന കാറ്റ് പോലെയായിരുന്നു എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്, പറഞ്ഞതാണ്. അത് കഴിഞ്ഞാൽ വേണ്ടേ? റമദാനിൽ വീശിയടിക്കുന്ന കാറ്റായിരുന്നുവെങ്കിൽ ഇനി അല്ലാത്തപ്പോൾ ഒരു മന്ദമാരുതനായിട്ടെങ്കിലും ഒന്ന് ഒഴുകണ്ടേ ധർമ്മം? ആ ധർമ്മത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞതെന്താ? വെള്ളം തീ കളയുന്നത് പോലെ പാപങ്ങളെ കെടുത്തിക്കളയുന്നതാണ് ധർമ്മം എന്നാണ്. അതെപ്പോഴും ഉണ്ടാകണം. അത് നിരന്തരമായ ആവശ്യത്തിനനുസരിച്ച് നമ്മളിൽ നിന്നുണ്ടാകണം. തന്നെയുമല്ല, ദാനധർമ്മം എന്ന് പറയുന്നത് ഖബറിലെ ചൂട് കുറച്ചു തരുമെന്നും, പിന്നെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ വിശ്വാസി അവൻ ചെയ്ത ധർമ്മത്തിന്റെ നിഴലിലായിരിക്കുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റമദാനിൽ മാത്രമുള്ളതല്ല. ഞാൻ സൂചിപ്പിച്ചത് റമദാനിൽ നാം ആർജിച്ചെടുത്ത ഒരുപാട് നന്മകളുണ്ട്, തുടക്കം കുറിച്ച നന്മകളുണ്ട്. ആ നന്മകൾ ഒന്നും നിർത്താതെ അത് നിരന്തരമായി നിലനിർത്തിക്കൊണ്ടുപോയി നന്മകളോട് ചേർന്ന് നിന്ന് തിന്മകളിൽ നിന്ന് അകന്നു നിന്ന് ഒരിക്കലും ഒരു ദുർമാർഗത്തിലേക്ക് ചെന്ന് അകപ്പെടുന്ന, നന്മകളിൽ നിന്ന് അകലും തോറും തിന്മകളിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയായിരിക്കും ഞാനും നിങ്ങളും. നമ്മുടെ സ്വഭാവം അതാ. അതുകൊണ്ട് നന്മകൾ മുറുകെ പിടിച്ച് ആ ചെയ്തത് വളരെ കൃത്യമായി ഇനിയും അനുഷ്ഠിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അതാണ് ഈ റമദാൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ വെള്ളിയാഴ്ച ദിവസം എനിക്ക് നിങ്ങൾക്കും ഓർക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധന്യമായ റമദാനിൽ നാം നേടിയെടുത്ത എല്ലാ നന്മകളും നിലനിർത്തുവാനും കൂടുതൽ നന്മകളുമായി മുന്നോട്ട് പോകുവാനും അള്ളാഹു തുണയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. പ്രിയമുള്ളവരെ, ഷവ്വാൽ മാസമാണിത്. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഷവ്വാൽ മാസത്തിൽ നമുക്ക് ഒരു സുന്നത്തായി നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ് ഷവ്വാലിലെ 6 നോമ്പ്. ഈ ഷവ്വാലിലെ 6 നോമ്പ് കാലം മുഴുവൻ നോമ്പ് പിടിച്ചവനെ പോലെയാണ് റമദാനോട് തുടർത്തി ചെയ്താൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കാണാം. നമുക്ക് കാലം എന്ന് പറയുമ്പോൾ ഒരു വർഷം എന്നും വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ അനുഷ്ഠിക്കുന്നതോടുകൂടി കാലാകാലം അനുഷ്ഠിച്ചവനെ പോലെയാണെന്നുള്ള വിശദീകരണം നമുക്കത് കാണാൻ കഴിയും. ആ നോമ്പ് പെരുന്നാൾ ദിവസത്തിന്റെ പിറ്റേന്ന് മുതൽ ഷവ്വാൽ അവസാനിക്കുന്നതിനിടയിൽ വിശാലമായ ഏരിയ ഉള്ള ഒരു നോമ്പാണ്. ഇന്നലെ തുടങ്ങിയവർ 6 ദിവസം തുടർച്ചയായിട്ട് പൂർത്തിയാക്കി അവർക്ക് അവസാനിപ്പിക്കാം. അതല്ല, ഇനി അടുത്ത ഒരു 6 ദിവസത്തേക്കാണ് നമ്മിൽ ആർക്കെങ്കിലും സൗകര്യപ്പെടുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതുമല്ല, ഈ ആഴ്ചയിൽ 1-2 വെച്ചുകൊണ്ട് ഈ ഷവ്വാൽ മാസം തീരുന്നതിന് മുമ്പ് ചെയ്താൽ അങ്ങനെയും ചെയ്യാം. അത്ര വിശാലതയുള്ളതാണ്. ഒരിക്കലും നമ്മൾ ഇതിന്റെ തുടർച്ചയായി തന്നെ പിടിച്ചാലേ ശരിയാവൂ എന്നുള്ള കാഴ്ചപ്പാടിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാത്തിനും പ്രതിഫലം ഒരുപോലെ. കാരണം എന്തറിയോ? അള്ളാഹുവിന്റെ റസൂലിന് പറയാൻ അറിഞ്ഞുകൊണ്ടായിട്ടല്ല. റമദാൻ കഴിഞ്ഞ് ഷവ്വാലിലെ ആദ്യത്തെ 6 നോമ്പ് എന്നുള്ള വാചകം പ്രയോഗിക്കാൻ അറിയാഞ്ഞിട്ടാണോ റസൂൽ ആ പ്രയോഗം നടത്തിയത്? അതിനെ ഓരോ വാക്കും എടുത്ത് ചർച്ച ചെയ്തിട്ടാണ് പണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തി. വെറുതെ പറഞ്ഞതല്ല. റസൂല് പറഞ്ഞത് മൻ സാമ റമദാന, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നു, തുമ്മ അത്ബഅഹു സിത്തം മിൻ ഷവ്വാൽ. ഇവിടെ അറബി അറിയാവുന്ന ഒരുപാട് പേരുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. തുമ്മ അത്ബഅഹു, തുമ്മ എന്ന് വെച്ചാൽ പിന്നെ എന്നാണ് അർത്ഥം, ഉടനെ എന്നല്ല. തുമ്മ അത്ബഅഹു ഒന്ന്. പിന്നെ സിത്തം മിൻ ഷവ്വാൽ, ഷവ്വാലിൽ നിന്നുള്ള ഏതെങ്കിലും 6 ദിവസം. സിത്തൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 6 ദിവസം. ഹദീസിന്റെ പ്രയോഗം അതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നലെ തുടങ്ങി ഇപ്പത്ത് അവസാനിപ്പിച്ചേ പറ്റൂ എന്നുള്ള വാശിക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. അങ്ങനെ ചെയ്യാം. തൊട്ടടുത്ത് വരുന്ന 6 ദിവസം ചെയ്യാം. അതല്ല, ഇനി ഇടയ്ക്കിടയ്ക്ക് 6 ദിവസമായി പിടിക്കാൻ കഴിയും. വിശാലമായ രൂപത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഒരു വർഷത്തെ അല്ലെങ്കിൽ കാലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞത്. നമ്മളൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ കുടുങ്ങിയിട്ട് ഈ ആദ്യത്തെ ദിവസം തന്നെ അത്
സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം വരെ നോമ്പനുഷ്ഠിച്ച് ഒരു ദിവസം പെരുന്നാൾ കൊണ്ട് പിറ്റേന്ന് ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകളായിരിക്കാം അള്ളാഹുവിന്റെ റസൂല് വിശാലമായ മാനത്തിൽ അതിന് നമുക്ക് പറഞ്ഞു തന്നത്. ഈ 3 കാഴ്ചപ്പാടുണ്ട്. അതോടൊപ്പം തന്നെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അത് വീട്ടിയിട്ട് വേണോ ശവ്വാലിന്റെ നോമ്പ് അനുഷ്ഠിക്കേണ്ടതെന്നൊക്കെയുള്ള സംശയം പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശവ്വാലിലെ 6 നോമ്പ് എന്ന് പറഞ്ഞാൽ ശവ്വാലിൽ തന്നെ പറ്റുള്ളൂ. മറ്റേത് നഷ്ടപ്പെട്ടു പോയ നോമ്പ് നോറ്റ് വീട്ടാൻ ഇനിയും ഒരു വർഷ സമയമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാവില്ലേ ഏതിനാ മുൻഗണന കൊടുക്കേണ്ടതെന്ന്. ഇനി വേറൊരു തന്ത്രം നമ്മുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകാറുണ്ട്. അതെന്താ? സുന്നത്ത് നോമ്പിന്റെ ദിവസം ഫർദ് നോമ്പും കൂടെ പിടിച്ച് 2ന്റെ കൂടിയും കൂടെ കിട്ടാൻ നടക്കൂല. നിയ്യത്ത് ഏതാണോ ആ നിയ്യത്തിനെ കൂലി കിട്ടുള്ളൂ. ഇപ്പൊ ഇന്ന് ഞാൻ എൻ്റെ 6 നോമ്പിന്റെ നിയ്യത്തോടു കൂടിയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്, എനിക്കത് കിട്ടും. അതല്ല, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഫർദ് നോമ്പാണ് ഞാൻ ഇന്ന് നിയ്യത്ത് ചെയ്തെങ്കിൽ ഫർദ് നോമ്പിന്റെ കൂലി കിട്ടും, ശവ്വാലിന്റെ ഉണ്ടാവില്ല. നിയ്യത്തിനാണ് കൂലി. 2 കർമ്മങ്ങൾ ഒരേ നിയ്യത്ത് ഇല്ല. ആലോചിച്ചോളി, പഠിച്ചോളി, ചിന്തിച്ചോളി. അപ്പം ശവ്വാലിന്റെ നോമ്പ് എന്ന് പറയുന്നത് വിശാലമായ ഒരു മാസത്തിനുള്ളിൽ നോറ്റ് വീട്ടേണ്ടതാണ്. കഴിയുന്നവരൊക്കെ അത് ചെയ്യണം. ഒരു കാലം മുഴുവനും നോമ്പ് പിടിച്ചതിന് തുല്യമാണ്. അതുപോലെ തന്നെ ഈ സന്ദർഭങ്ങളിൽ ശവ്വാലിന്റെ നോമ്പ് വീട്ടിയതിന് ശേഷം ഫർദ് നോമ്പ് നഷ്ടപ്പെട്ടു പോയത് വീട്ടിയാൽ മതി. അത് ശവ്വാലായതുകൊണ്ട് ഇനി ഏതെങ്കിലും ഒരു സുന്നത്ത് നോമ്പ് വരുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഫർദ് വീട്ടാൻ ശ്രമിച്ചിരിക്കണം എന്നുകൂടി പണ്ഡിതന്മാർ വിശകലനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. അപ്പൊ ശവ്വാലിന്റെ നോമ്പ്, അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ നേടിയെടുത്ത നന്മകൾ ഒന്നും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക, പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന നിലയിൽ സംരക്ഷിക്കുക, കൂടുതൽ നന്മകളിൽ വ്യാപൃതരാവുക. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഏറ്റവും കൂടുതൽ പുണ്യം കരസ്ഥമാക്കി ഏറ്റവും സന്തോഷത്തോടെ അള്ളാഹുവിന്റെ ലിഖാഇന് സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സക്കാത്തും നമ്മുടെ സദഖയും നാം ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു പൂർണ്ണമായും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു അകറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നാം ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ മക്കളും പേരക്കിടാങ്ങളുമായി പലരും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ലക്ഷ്യം വെക്കുന്ന ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാനുള്ള മാർഗം അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. മറ്റുള്ളവരെല്ലാം അതിജയിച്ച് മുന്നിൽ വരാൻ നമ്മുടെ മക്കൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.